ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മള് SCERT പുതിയ മലയാളം ടെക്സ്റ്റിന്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 3 മുതൽ 10ാം ക്ലാസ് വരെ. ഇതുപോലെ SCERT പഴയ ടെക്സ്റ്റ് 3 മുതൽ 10 വരെ നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. സാഹിത്യം വൊക്കാബുലറി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പോഴും ധാരാളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അത് കാണാത്തവര് ആ പ്ലേലിസ്റ്റ് നോക്കി പഴയ പുസ്തകം കൂടെ പഠിക്കുക. അപ്പൊ ഇന്ന് 7ാം ക്ലാസ് പുതിയ പുസ്തകം. അപ്പോ ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും SCERT പുതിയ ടെക്സ്റ്റില് PSC ചോദിച്ച കാര്യങ്ങളാണ്. അതായത് പഴയ ടെക്സ്റ്റും പുതിയ ടെക്സ്റ്റും വലിയ വ്യത്യാസമൊന്നുമില്ല, മിക്കത് റെപ്പറ്റീഷൻ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCന്റെ ബുക്കാണ് ഇത്. ഇതിന്റെ 2nd എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 2025 വരെ അപ്ഡേറ്റഡ് ആക്കിയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. PSC സിലബസ് പ്രകാരം ഉള്ള 13 സെക്ഷൻ, പിന്നെ സിലബസിൽ ഇല്ലാത്ത PSC ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ, ഗ്രാമറൊക്കെ, SCERT പുതിയത് പഴയത്, SCERT മലയാള സാഹിത്യം, പിന്നെ 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ, ഇത്രയും ബുക്കിലുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമ്മുടെ ബുക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ബുക്ക് പഠിച്ച ഒരാൾക്ക് ഫുള്ള് കിട്ടത്തക്ക രീതിയിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ വാങ്ങാത്തവർ വാങ്ങുക. പിന്നെ മലയാളം കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അനുഷ്ഠാനം എന്താണ്? അപ്പോൾ ഇത് PSC ചോദിച്ചിട്ടുള്ളത് പദശുദ്ധിയിലാണ്. അപ്പോൾ അനുഷ്ഠാനത്തിനെ ഓർത്തു വയ്ക്കാൻ നമ്മുടെ കോഡ് എന്തായിരുന്നു? അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മതപരമായ കർമ്മങ്ങളാണ്, മതകർമ്മങ്ങളാണ്. അപ്പൊ അതിന് കുറെ നിയമങ്ങൾ, ചിട്ടവട്ടങ്ങൾ, രാവിലെ എണീക്കണം, കുളിക്കണം, ജപിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നടത്താൻ, പ്രാവർത്തികമാക്കാൻ എന്തൊരു കഠിനമാ. അപ്പോ കഠിനത്തിന്റെ ഠായാണ്, പാറ പോലത്തെ വട്ടഠായാണ് അനുഷ്ഠാനത്തിന് എന്നോർക്കണം എന്നായിരുന്നു നമ്മളുടെ കോഡ്, അല്ലെ? അപ്പൊ കഠിനം, അനുഷ്ഠാനം, ഇതിനൊക്കെ പാറ പോലത്തെ വട്ടഠായാണ്. പഠിച്ചല്ലോ. ഇനി അസ്പൃശ്യം, PSC ലേറ്റസ്റ്റ് ആയിട്ട് ചോയ്സെന്ന് പറയാം. അസ്പൃശ്യം എന്ന് വെച്ചാൽ എന്താ? തൊടാൻ പാടില്ലാത്തത് എന്നാണ്. അപ്പൊ അസ്പൃശ്യനാരാണ്? തൊടാൻ പാടില്ലാത്തവനാണ്, അല്ലെ? അസ്പൃശ്യര്, തൊട്ടുകൂടായ്മയൊക്കെ ഉള്ള സമയത്ത് ചില മനുഷ്യരൊക്കെ ഇങ്ങനെ തൊടാൻ പാടില്ലാത്തവരായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. നമ്മുടെ ചണ്ടാല ഭിക്ഷുകി കവിത, അതിൽ ചണ്ടാല പറയുന്നുണ്ട്, എന്നെ തൊട്ടുകൂടാ, എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അസ്പൃശ്യർ എന്ന് വെച്ചാൽ തൊട്ടുകൂടാത്തവര്, അസ്പൃശ്യൻ എന്ന് വെച്ചാൽ തൊട്ടുകൂടാത്തവൻ എന്നർത്ഥം PSC ചോദിച്ചിട്ടുണ്ട്. ഇനി അന്നം, ആഹാരം എന്നർത്ഥത്തിലും അരയന്നം എന്നർത്ഥത്തിലും ഉപയോഗിക്കുന്ന പദമാണ് ഡാഷ്. ചോദിച്ചതാണ്, ഏതാണ്? അന്നമാണ്. അടുത്തത് ഐകമത്യം മഹാബലം. ഇത് പദശുദ്ധിയിലും വാക്യശുദ്ധിയിലും മാറി ചോദിക്കുന്നതാ. അപ്പൊ നിങ്ങൾക്ക് ക്യാന്നൊക്കെ എഴുതാൻ തോന്നും, എഴുതാൻ പാടില്ല. ഐകമത്യമാണ് ശരി. ഐകമത്യം അഭിപ്രായത്തിലുള്ള യോജിപ്പാണ്. കുന്തളം ചോദിക്കാറുണ്ട്. നമ്മുടെ കോഡ് എന്തായിരുന്നു? കോഡല്ല, ആക്ച്വലി അങ്ങനെയാണ്. അതായത് കുന്തത്തെ പോലെ, മുടി ഇങ്ങനെ കോല് പോലെ, കുന്തം പോലെ അല്ല ഇരിക്കുന്നത്. അപ്പൊ കുന്തത്തെ പോലെ ഇരിക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് കുന്തളത്തിന് തലമുടി എന്ന് പേര്. നമ്മുടെ കോഡ് എന്താ? സ്പൈക്ക്. കുന്തം പോലെ സ്പൈക്ക് വെച്ച മുടി എന്ന് ഓർത്താൽ മതി എന്നായിരുന്നു നമ്മുടെ കോഡ്. അപ്പൊ കുന്തളം തലമുടിയാണ്. കാഞ്ചനം, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ബന്ധുരം മനോഹരം, കാഞ്ചനം സ്വർണം. ഗാത്രം എന്താണ്? ഗാത്രം ശരീരമാണ്. കൃശഗാത്രം മെലിഞ്ഞ ശരീരം. കൃശഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ. ഗാത്രം ശരീരം. ഗോത്രം കുലം. ഗാത്രം ശരീരം, ഗോത്രം എന്താണ്? കുലമാണ്. അർത്ഥവ്യത്യാസത്തിലൊക്കെ ചോദിക്കാം. ഇനി താരും തളിരും മിഴി പൂട്ടി പാട്ടുണ്ടല്ലോ. താരെന്താണ്? പൂവ്. പൂവിന്റെ മറ്റൊരു പേരെന്താണ്? സൂനം, പുഷ്പം. സൂനം, താര്, പൂവ്. പൊയ്ക എന്താണ്? പൊയ്ക തടാകമാണ്. വിയോന്റെ ഒരു എക്സാമിന് ചോദിച്ചതാണ് പൊയ്ക തടാകം. പ്രമാണം ഈ സെക്രട്ടേറിയറ്റ് പ്രിലിംസിന് പിരിച്ചെഴുതാൻ ചോദിച്ചതാ. പ്രമാണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആധാരം. അപ്പൊ ടെക്സ്റ്റിൽ അതാണുള്ളത്. നമുക്കൊന്ന് പിരിച്ചും കൂടെ എഴുതി PSC ചോദിച്ചുകൊണ്ട് പഠിച്ചേക്കാം. അധികം മാനമാണെന്ത്? പ്രമാണം. അധികം മാനം, പ്രമാണം. അടുത്ത PSCയുടെ സ്ഥിരം വിപരീത പദമാണ്. സഫലത്തിന്റെ വിപരീതം എന്താണ്? വിഫലമാണ്.
മന്ദത്തിന്റെ വിപരീതം എന്താണ്? മന്ദം പതുക്കെ. അപ്പൊ എന്താ? ശീഘ്രമാണ് വിപരീതം. മിഥ്യ, മിഥ്യ എന്ന് വെച്ചാൽ എന്താ? തെറ്റായിട്ടുള്ളത്. തഥ്യ, ശരിയായിട്ടുള്ളത്. മിഥ്യയുടെ വിപരീതം തഥ്യയാണ്. മതി, മതി എന്ന് വെച്ചാൽ എനിക്ക് മതിയായി, തൃപ്തിയായി എന്നൊരർത്ഥമുണ്ട്. പിന്നെ എന്തർത്ഥമുണ്ട്? ബുദ്ധി എന്നൊരർത്ഥമുണ്ട്. പിന്നെന്തർത്ഥമുണ്ട്? പനിമതി, ചന്ദ്രൻ. മതി, ചന്ദ്രൻ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ബുദ്ധി, ചന്ദ്രൻ, തൃപ്തി, ഇതെല്ലാ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദം എന്താണ്? മതി. അടുത്തതാണ് മധ്യാഹ്നം. പദശുദ്ധിയിൽ ചോദിച്ചതാണ്. മധ്യാഹ്നം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഉച്ചനേരം. അപ്പോ ഹും ന്യായം കൂടാണ്. മധ്യാഹ്നം, മധ്യാഹ്നം. അപ്പൊ ഇത്രയും PYQs ആണ് ഫ്രം SCERT 7ാം ക്ലാസ് പുതിയ ടെക്സ്റ്റ്. ഇനി അടുത്തതും കൂടെ നമുക്ക് നോക്കാം. അടുത്തത് മുകിൽ. ഇവിടം വരെ PYQ ആണ് കേട്ടോ. ഇതും PYQ ആണ്. മുകിൽ, മുകിൽ എന്താണ്? മേഘം, നീരദം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലം എന്നർത്ഥം വരുന്ന പദത്തോടൊപ്പം ദമ്മാണ് ചേരുന്നെങ്കിൽ, അതായത് നീരിനെ ദാനം ചെയ്യുന്നത്, മേഘത്തിൽ നിന്നാണല്ലോ മഴ പെയ്യുന്നത്, അപ്പം നീരിനെ ദാനം ചെയ്യുന്നത് എന്നൊരർത്ഥത്തില് നീരദം മേഘമാണ്. മുകിൽ മേഘമാണ്. അപ്പൊ നമ്മൾ ഓർത്തു വെച്ചത് മേഘത്തിൽ നിന്നാണല്ലോ ദും 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 എന്നുള്ള ഇടിമിന്നൽ ഉണ്ടാവുന്നത്. അപ്പോ വെള്ളത്തിന്റെ കൂടെ ദമ്മ് ചേർത്താൽ ഇടിമിന്നൽ ഉണ്ടാകുന്ന മേഘം എന്ന് ഓർക്കണം. അപ്പൊ നീരദം മേഘമാണ്. അങ്ങനെയാണെങ്കിൽ നീരജം എന്താണ്? ജം എങ്ങനെയാ? താമരപ്പൂ പോലെയാണ് എഴുതുന്നത് അല്ലെ? അപ്പൊ നീരജം താമരയാണ്. ഇനി അടുത്തത് ശൈലം. കുന്നെന്നും പർവ്വതം എന്നും അർത്ഥമുണ്ട്. പിന്നെ നഖം, നഖം PSC ചോദിച്ചാണല്ലേ. നഖം നമ്മുടെ കൂടെ എന്തായിരുന്നു? നങ്കപർവ്വതം എന്ന് ഓർത്ത് വെച്ച് നമ്മൾ നഖം പഠിച്ചു അല്ലെ. നഖം പർവ്വതമാണ്. അത് മുൻകാല ചോദ്യമാണ്. ഇനി ശരം. 2025 ചോദിച്ചു കേട്ടോ. 2025 PYQല് കിടപ്പുണ്ട് ശരം. ശരം അമ്പ്, അസ്ത്രം, ബാണം. ശരം, അമ്പ്, അസ്ത്രം, ബാണം. ഇനി ശുശ്രൂഷ. ഇത് ചോദിക്കുന്നത് എവിടാണെന്നോ? പദശുദ്ധിയിലാ. ശുശ്രൂഷ. അപ്പൊ ഓപ്ഷന്റെ അകത്തെ ശുശ്രൂഷ, നമ്മൾ ശുശ്രൂഷ എന്നൊക്കെ അങ്ങ് പറയണോണ്ട് തെറ്റിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഈ ശുശ്രൂഷ വേണ്ട ആള് വയ്യാത്ത ആളല്ല, അയാൾ എപ്പോഴും എങ്ങനെയാ? ഷോ 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 എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ മൊത്തത്തിൽ ഒരു ശ്യാമയമാണ്. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ശുശ്രൂഷ. അപ്പൊ സാ അല്ലെന്നുള്ള ആ ഒരു മാറ്റം കിട്ടും, മാറിപ്പോകത്തില്ല. അപ്പൊ ശുശ്രൂഷ ഓർക്കണേ. ഇനി നമുക്ക് ആച്ഛാദന ശൂന്യം എന്നൊരു വാക്ക്. ഇവിടെ മെയിനായിട്ടും വേണ്ടത് ഈ ഛാഛ കോമ്പിനേഷനിലുള്ള വാക്ക്. അനാച്ഛാദനം പദശുദ്ധിയിൽ വരുന്നത്, അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അനാച്ഛാദനം എന്ന് വെച്ചാൽ എന്താ? ഇതൊരു പ്രതിമയാണെങ്കിൽ അതിനൊരു തുണി കൊണ്ട് മൂടിയിട്ടേക്കാണെങ്കിൽ അത് മാറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? അനാച്ഛാദനം ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. മറ മാറ്റുക. അപ്പൊ ഇവിടെ എന്താ? ആച്ഛാദന ശൂന്യം. ആച്ഛാദനം എന്ന് വെച്ചാൽ മറച്ചിരിക്കുന്നത്. അപ്പൊ ആച്ഛാദന ശൂന്യം എന്ന് പറയുമ്പോഴോ തുറന്നിട്ടേക്കുന്നത്, അതായത് മറയില്ലാത്തത്. മനസ്സിലായോ? നമുക്ക് മെയിനായിട്ടും ഛാഛ കോമ്പിനേഷൻ ആണ് പഠിക്കേണ്ടത്. ഇനി അടുത്തതാണ് ആഴി. ആഴി കടലാണ്. അപ്പൊ ഇത്രയാണ് ഇതിൽ മുൻകാല ചോദ്യത്തിൽ വന്നേക്കുന്നത്. പിന്നെ ശൈലിയിൽ ഒരെണ്ണമുണ്ട് SCERT 7ാം ക്ലാസ് പുതിയത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അതെപ്പോഴും ചോദിക്കുന്നതാണ്. അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശൈലിയിലെ ചോദ്യം. ബാക്കി പണ്ട് ചോദിച്ചിട്ടുള്ളതാണ് മഞ്ചരി. മഞ്ചരി എന്താണ്? പൂങ്കുലയാണ്. പിന്നെ മഞ്ചരി എന്ന് പറയുന്നത് ഒരു ഭാഷാ വൃത്തമുണ്ട്. അപ്പൊ മഞ്ചരിയും PYQ ആണ് കേട്ടോ. പിന്നെ ഭൂഷ. ഭൂഷ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭൂഷ എന്ന് വെച്ചാൽ അലങ്കാരം എന്നാണ് അർത്ഥം. അതായത് ആഭരണമൊക്കെ ഇട്ട് അലങ്കരിക്കുന്നതിനാണ് ഭൂഷ. വേഷഭൂഷാദികൾ എന്ന് പറയത്തില്ലേ. ഇനി ഉടൽ. ഉടൽ എന്താ? ഒരു സിനിമയുണ്ടല്ലോ ഉടൽ. അങ്ങനെ. ഉടൽ എന്താണ്? കായം, ശരീരം. മേനി, തനു, ശരീരം. ഇതൊക്കെ ഉടലാണ്. ഇനി ഒളിയും PSC ചോദിച്ചിട്ടുണ്ട്. ഒളി എന്താ? ശോഭയാണ്, ഭംഗിയാണ്. കതിരോൻ, നല്ലൊരു പേര് അല്ലെ. കതിരോൻ ആരാണ്? കതിരുള്ളത് ആർക്കാ? രശ്മിയുള്ളവൻ. കതിരോൻ സൂര്യനാണ് കേട്ടോ. കതിരോൻ, ആദിത്യൻ, ദിവാകരൻ, ആര്യമാവ്. എന്റെ പേര് കൂട്ടിയിട്ടുള്ള ആര്യമാവ്. ഇതൊക്കെ എന്തുവാ? സൂര്യനാണ്. ആര്യമാവ് പണ്ടൊരു LDCയിൽ ചോദിച്ചതാ. പിന്നെ കാഞ്ചി. കനകച്ചിലങ്ക കിലിങ്ങി കിലിങ്ങി. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. എന്തുവാണ്? കാഞ്ചി അരഞ്ഞാണമാണ്. ഖ്യാതി അറിയാലോ. ഖ്യാതി. ഖ്യാതി പുകൾ. എന്താണ്? പ്രസിദ്ധി എന്നർത്ഥം. കീർത്തി.
ഗ്രീഷ്മം, ഗ്രീഷ്മകാലം വേനൽക്കാലമാണ്. ഗജം, ഗജമാനയാണ്. 2025 PSC ഒരു വാക്ക് ഇറക്കി, എന്തായിരുന്നു? നഗജം, നഗജവും ആനയാണ് കേട്ടോ. ചോല, ചോല എന്താണ്? ചോല എന്ന് വെച്ചാൽ തണല് എന്നൊരർത്ഥമുണ്ട്. പിന്നെയാ കാട്ടിലൂടെ ചോലകൾ ഒഴുകും, അപ്പൊ അരുവി എന്ന അർത്ഥമുണ്ട്. പിന്നെ ഒരു ശൈലി കൊടുത്തിട്ടുണ്ട് SCRT-യിൽ, ചക്രം തിരിയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? എന്നെ ഇട്ട് വട്ടം കറക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. ചക്രം തിരിയുക എന്ന് വെച്ചാൽ വിഷമിപ്പിക്കുക എന്നർത്ഥം. പിന്നെ അടുത്തൊരു നല്ല വാക്കാ തൂണീരം. തൂണീരം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അമ്പുറയാണ്. ആവനാഴി എന്നൊക്കെ പറയും, അമ്പുറ, തൂണീരം. പിന്നെ തോയം, ജലത്തിന്റെ പര്യായത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള. സലിലം, തോയം, ഇതൊക്കെ എന്താണ്? വെള്ളമാണ്. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ തോയാകരം എന്താണ്? SCRT പുതിയ വാക്കിലുള്ള കുറെ വാക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തോയാകരം കടലാണ്. അതായത് നിങ്ങൾ SCRT ടെക്സ്റ്റിലെ വാക്ക് ഞാൻ കണ്ട വാക്ക് മൊത്തം കൂടെ എടുത്ത് നിരത്തി പിടിച്ച് എഴുതിയിരിക്കുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഏതാണ് പ്രധാനപ്പെട്ടതല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ടതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതൊക്കെ PYQ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അത് മസ്റ്റ് സ്റ്റഡി ആണ്. അത് കഴിഞ്ഞിട്ട് അല്ലാത്തത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ടുള്ള പ്രധാന വാക്കുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ സുഷമ എന്ന് വെച്ചാൽ എന്താ? സുഷമ എന്ന് പേരുണ്ട്, എന്താ? സൗന്ദര്യം എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ മുക്തൻ, മുക്തൻ എന്ന് വെച്ചാൽ മുഴുകിയവൻ എന്നാണ് അർത്ഥം. മുക്തൻ, മുഴുകിയവൻ. വിപഞ്ചി എന്താണ്? വിപഞ്ചി വീണയാണ്. അപ്പോ പിന്നെ ഒരു പര്യായം കൂടെ പറയാം. പര്യായമല്ല, ശൈലി. പമ്പരം ചുറ്റിക്കുക, അത് മറ്റേ ചക്രം തിരിക്കുക, അത് തന്നെയാ. അതിയായി വിഷമിപ്പിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് SCRT 7ാം ക്ലാസ്സിൽ മെയിൻ ആയിട്ടുള്ള PSC ഫോക്കസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ. അപ്പൊ നിങ്ങൾ SCRT 7 പഠിച്ചെന്ന് വിചാരിക്കുന്നു. അതുപോലെ 3, 4, 5, 6 ഒക്കെ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ കൂടെ കാണുക. അപ്പൊ നമുക്കിനി 8ലെ പുതിയ പുസ്തകമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി PSC ആപ്പിൽ നല്ല കിടിലനായിട്ട് മലയാളം ക്ലാസ് വിത്ത് കോഡ് ചെയ്തിട്ടുണ്ട്. മലയാളം ബുദ്ധിമുട്ടുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം. നിസ്സാര ഫീസും നല്ല കിടിലൻ ക്ലാസ്സുമാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.